ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. 1955 അഭേദാനന്ദ സ്വാമി ഭദ്രദീപം കൊളുത്തി പ്രോദ്ഘാടനം ചെയ്യപ്പെട്ട അഖണ്ഡ നാമജപം നടക്കുന്ന അഭേദാശ്രമത്തിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഹരേ രാമ മന്ത്രം അനവരതം 1955 മുതൽ ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ആശ്രമ അന്തേവാസിയായ ബഹുമാന്യനായ ശ്രീ ഹരിസാർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭും ച പട്ടാരപാദം പരമം പവിത്രം അഭേദചന്ദ്രം മമ സദ്ഗുരും ച സർവാൻ ഗുരു സന്തതമാനതോസ്മി. ഭൂലോക വൈകുണ്ഠമായ തിരുവനന്തപുരിയിലെ ശ്രീ അനന്തശായി പത്മനാഭൻ്റെ തിരുമുറ്റമായിരിക്കുന്ന ഈ അഭേദാശ്രമത്തിൻ്റെ ജീവനാഡിയാണ് അഖണ്ഡനാമവേദി. 70 വർഷം തികയാൻ പോകുന്നു. ഇതുവരെയും ഈ മഹാമന്ത്രം ഇവിടെ നിന്നിട്ടില്ല. ഈ കാണുന്ന അഖണ്ഡ ദീപം ഒരേപോലെ പ്രകാശം പരത്തി ലോകത്തിന് സമാധാനവും ശാന്തിയും പകർന്നുകൊണ്ട് അനുഗ്രഹിക്കുന്ന സപ്തദീപങ്ങളാണ് ഇതിൽ കാണപ്പെടുന്നത്. ഇത് അഭേദാനന്ദ സ്വാമികൾ തൻ്റെ ഗുരുനാഥനായ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലമായ പന്മനാശ്രമത്തിലെ ശിവപൂജയിൽ നിന്നും ഉള്ള ആരതിയിലെ ദീപം കൊണ്ടുവന്നാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് ദീപപ്രതിഷ്ഠയാണ്. ഇത് വിഷ്ണു പൂജയും ലക്ഷ്മി പൂജയും ലളിതാ പൂജയുമാണ് പ്രധാനമായിട്ട് നടത്തുന്നത്. 30 കോടി ദേവകളുടെ സാന്നിധ്യവും ഇതിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. അനുഭവസ്ഥർക്ക് പറയാനും സാധിക്കുന്നത്. എല്ലാ ദേവീ ദേവന്മാരും ഈ മന്ത്രത്തെ മാനിക്കുന്നു. കാരണം എന്തെന്നാൽ ശ്രീ ഭഗവാൻ ഈ ലോകത്തുനിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ മാറിയില്ല. കൃഷ്ണസ്തു ഭാഗവതം കൃഷ്ണസ്തു ഭാഗവതം സ്വയം കൃഷ്ണാഖ്യം. കൃഷ്ണൻ തന്നെയാണ് അതിൽ ഭാഗവതത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ആ കൃഷ്ണനെ ഇവിടെ നിന്ന് ഭൂലോകത്തുനിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കലി ബാധിച്ചു. ലോകം മുഴുവൻ കലിയായി. കലി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കലഹമാണ്. എവിടെ തിരിഞ്ഞാലും കലഹമേ ഉള്ളൂ. ആളുകൾ അതുകൊണ്ട് ശ്വാസം മുട്ടിയ സമയത്ത് ഇത് കണ്ട് ദയാദ്രനായി ശ്രീ നാരദ മഹർഷി തൻ്റെ പിതാവായ ബ്രഹ്മാവിനോട് പോയി ചോദിച്ചു, ജനങ്ങൾ മുഴുവൻ കഷ്ടപ്പെടുന്നു, ഭഗവാന്റെ തിരോധാനത്തോടു കൂടി ഭൂമിയിൽ കലി ബാധിച്ചിരിക്കണം, അതിൽ നിന്ന് ഒരു ത്രാഹി എന്ന് പറയുന്ന ജനങ്ങളെ രക്ഷിക്കാൻ എന്താണൊരു ഉപായം? ആ സമയത്ത് ബ്രഹ്മദേവൻ ഉപദേശിച്ചു, എൻ്റെ കുഞ്ഞെ, അതിനെ രക്ഷിക്കാനായിട്ട് കലിസന്ധരണ ഉപനിഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. 8 ഹരിനാമങ്ങളും 4 രാമനാമങ്ങളും 4 കൃഷ്ണനാമങ്ങളും കോർത്ത് ഷോഡശ മന്ത്രമായിട്ട് കലിസന്ധരണ ഉപനിഷത്തായിട്ട് ബ്രഹ്മദേവൻ നാരദന് ഉപദേശിച്ചു കൊടുത്തു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഈ മന്ത്രത്തിന് മാത്രമേ കലിയിൽ നിന്ന് ജനങ്ങളെയും ലോകത്തെയും രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ മന്ത്രത്തെ ലോകം മുഴുവൻ ആദ്യമായി പ്രചരിപ്പിച്ചത് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവാണ്. അദ്ദേഹം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഈ ഹരേ രാമ മന്ത്രം തിരിച്ചു പറയുമ്പോഴുള്ള രഹസ്യം ചൈതന്യ മഹാപ്രഭുവിന് അറിയാം. കാരണം അത് രാധാമന്ത്രമായിട്ട് മാറുന്നു. അദ്ദേഹം രാധാഭാവത്തിലാണ് എപ്പോഴും വർത്തിച്ചിരുന്നത്. അങ്ങനെ രാധയ്ക്ക് പ്രാധാന്യമുള്ള മന്ത്രമായിട്ട് തിരിച്ചു പറയുമ്പോഴത്തേക്ക് അതാകുന്നു. അപ്പോൾ ഇത് കലിസന്ധരണവും ഉപനിഷത്താണ്. ഇതിൽ 8 ഹരിനാമങ്ങളുണ്ട്. അതിൽ ഹരിയുടെ വിഷ്ണുവിൻ്റെ 8 ഭാവങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ രാമൻ്റെ 4 നാമങ്ങളിൽ 4 ഭാവത്തിലെ രാമനാണ്. ആ രാമൻ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നത് ദശരഥ പുത്രനായ സീതാപതിയായ കോദണ്ഡധാരിയായ രാമനാണ്. അദ്ദേഹമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ 4 ഭാവങ്ങളും ഈ ഹരേ രാമയിലെ 4 മന്ത്രങ്ങളിലായിട്ട് ഭാവങ്ങൾ ഉണ്ടാകുന്നു. ഒന്ന് വെച്ചാൽ ഒന്ന് പരശുരാമൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും രാമൻ എന്ന് പറയുമ്പോൾ. പിന്നെ ഒന്ന് ബലരാമൻ്റെ അനുഗ്രഹം കിട്ടും. പിന്നെ അതിൻ്റെ മന്ത്രദേവതയായ രാമമന്ത്രമുണ്ട്. രാമമന്ത്രം ഉൽപ്പത്തിയായിരിക്കുന്നത്
ശൈവ വൈഷ്ണവ മന്ത്രങ്ങളിൽ നിന്നാണ്. വൈഷ്ണവ മന്ത്രമാണ് നാരായണ എന്നുള്ളത്. അതിൽ ബീജാക്ഷരമാണ് രാ എന്ന്. രാ മാറിക്കഴിഞ്ഞാൽ അർത്ഥം നേരെ തിരിയും. അതുപോലെ നമശിവായ എന്നുള്ളത് മാ മാറിക്കഴിഞ്ഞാൽ ഞാൻ ശിവ എന്നാവും. അപ്പോൾ അതും മാറുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ കോർത്തിണക്കിയാണ് രാമ എന്ന മന്ത്രം. അപ്പോൾ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ചൈതന്യം ഒരുമിച്ച് ചേർന്ന രാമമന്ത്ര ദേവത. ആ ദേവതയാണ് നമുക്ക് കേരളത്തിന് മകുടോദാഹരണമായിട്ട് പ്രകാശിക്കുന്ന സാക്ഷാൽ ശ്രീ ശബരിമല അയ്യപ്പൻ. മോഹിനീസുതന ഹരിഹരപുത്രനാണ് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ഇവിടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ രാമമന്ത്രത്തിൻ്റെ മഹത്വമാണ് ഈ മന്ത്രത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഇവിടെ ആഞ്ജനേയ സാന്നിധ്യം ഭയങ്കരമായിട്ട് അനുഭവങ്ങളുള്ള ആളുകളുണ്ട്. ആഞ്ജനേയൻ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുക. എത്ര രഘുനാഥ കീർത്തനം തത്ര മസ്തകാഞ്ജലിയും ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അങ്ങനെയുള്ള ആഞ്ജനേയ പ്രഭു ഇവിടെ നിത്യസാന്നിധ്യം ചെയ്യുന്ന കോദണ്ഡരാമൻ, പരശുരാമൻ, ബലരാമൻ, ശ്രീരാമൻ. പിന്നെയുള്ളത് രാമമന്ത്രത്തിൻ്റെ ദേവത, അതാണ് അയ്യപ്പൻ. രാമ എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. വൈഷ്ണവ ശൈവ ശക്തിയാണ്, അത് ചേർന്നത് അയ്യപ്പനാണ്. അതുകൊണ്ടാണ് അവിടെ ഇത്രയും സമത്വം. പമ്പാ നദിയുടെ അപ്പുറത്ത് മാത്രമേ ഉള്ളൂ എല്ലാവരും അയ്യപ്പൻ. പമ്പയുടെ ഇപ്പുറത്തൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. തോമസ് അയ്യപ്പൻ, മുഹമ്മദ് അയ്യപ്പൻ, എല്ലാവരും അയ്യപ്പനാണ്. പോലീസ് ഒരു അയ്യപ്പനാണ്. ചവിട്ടിയാലും അയ്യപ്പനെ പറയുള്ളൂ. ഇപ്പുറത്തൊന്ന് ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. എല്ലാവരും മാറും. അപ്പോൾ ആ സമത്വം എന്നുള്ളത് അവിടെയുണ്ട്. അതുപോലെ ഇവിടെയും സമത്വമുണ്ട്. കാരണം ഇത് അഭേദാശ്രമമാണ്, അഭേദാനന്ദ ആശ്രമം. ഈ ആശ്രമത്തിലും ഈ പറയുമാതിരി തൻ്റെ ഗുരുവിൻ്റെ സ്മരണയ്ക്കായിട്ട് ഗുരുപൂജയായിട്ടാണ് സദ്ഗുരുനാഥൻ ഈ നാമവഴിയുടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചട്ടമ്പിസ്വാമികൾ എഴുതിയതാണ് വേദാധികാര നിരൂപണം. അതിൻ്റെ പ്രവർത്തന ശൈലിയാണ് ഈ നാമവഴി. എല്ലാവർക്കും ഇവിടെ വന്ന് നാമം ജപിക്കാനും നാമം കേൾക്കുവാനും ഇതിൽ പങ്കെടുക്കുവാനുള്ളൊരു അവസരം മറ്റൊരിടത്തിന് ലഭ്യമല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ അഖണ്ഡവേദിയിൽ വന്ന് നാമം ജപിക്കുക. എത്രത്തോളം ജപിക്കുമോ അത്രത്തോളം ലോകത്തിന് ശാന്തിയും സമാധാനവും പകരുന്ന ഒന്നാണ് ഈ നാമവേദി. ഇതുവരെ ഇതിൽ ഒരു തടസ്സം വന്നിട്ടില്ല. കൊറോണ വന്ന സമയത്ത് പോലും മതിലകം പത്മനാഭസ്വാമി ക്ഷേത്രം 3 മാസം അടച്ചിട്ടു. പക്ഷേ ഇവിടുത്തെ മന്ത്രദേവത ഇവിടെ ഉള്ളവരെ കൊണ്ട് അത് പ്രജ്വലിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അതിലൊരു വ്യത്യാസം ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഈ മന്ത്രത്തിന് കണ്ടാമതി അതിൻ്റെ പുണ്യം ഉണ്ടാവും. എത്രയൊക്കെ കൃഷ്ണമന്ത്രത്തിൻ്റെ അർത്ഥമുണ്ട്. ഹരേ രാമ. കൃഷ്ണമന്ത്രത്തിനും 4 ഭാവങ്ങളാണ്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശ്രീകൃഷ്ണനാണ്. പക്ഷെ അതിൽ 2 ഭാവമുണ്ട്. യശോദാകൃഷ്ണനുമുണ്ട്, ദേവകി കൃഷ്ണനുമുണ്ട്. ദേവകി കൃഷ്ണൻ എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ അംശമാണ്. വിഷ്ണുവാണ് കാരാഗ്രഹത്തിൽ പ്രകടമായത്. എന്നിട്ട് ആ വിഷ്ണുവാണ് കൃഷ്ണനാകുന്നത്. ദേവകി ഗർഭത്തിൽ നിന്നല്ല, വസുദേവനിലും ഭയങ്കരമായ ആനന്ദം കാണുമ്പോൾ ദേവകിയേക്കും ഇതെന്ത് അങ്ങേക്ക് ഇത്ര ആനന്ദമെന്ന്. അപ്പോൾ അദ്ദേഹം വർണ്ണിച്ചു കൊടുക്കുക വിഷ്ണുവിനെ. അതുടനെ അതുപോലെ ദേവകിയുടെ ഹൃദയഗർഭത്തിലാണ് വിഷ്ണു കാണുന്നത്. അപ്പോൾ ആ വിഷ്ണു മുമ്പ് പ്രകടമാകുകയാണ്. അപ്പോൾ ഇതെന്താണ്? ഗുരു ഉപദേശമാണ്. വസുദേവർ ഗുരുവാണ്. ഗുരുവിൽ നിന്ന് കിട്ടുന്ന ഇത് ഹൃദയമാകുന്ന ഗർഭത്തിൽ നിന്നാണ് വിഷ്ണു പ്രകടമായത്. ആ വിഷ്ണു പറഞ്ഞ കൊടുക്കാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ശിശുവാകുക. അപ്പോൾ ശിശുവായിട്ടല്ല അവതാരം ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിഷ്ണുവായിട്ടാണ് അവതരിക്കുന്നത്. അത് പിന്നെ ശിശുവായിട്ടൂടെ ദേവകിയുടെ യശോദാകൃഷ്ണൻ യശോദാകൃഷ്ണൻ എന്ന് പറയുന്നത് ഗോലോക കൃഷ്ണനും ഇവിടെ വസുദേവർക്ക് കൃഷ്ണനായിട്ട് വിഷ്ണു വരുന്ന സമയത്ത് ഗോലോക കൃഷ്ണൻ യശോദയിൽ അവതരിക്കുന്നു. അതാണ് യശോദാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അനിയത്തിയായിട്ടാണ് പത്മനാഭ സഹോദരിയായിട്ട് വിഷ്ണുമായി വരുന്നത്. അതുകൊണ്ട് ഈ വരുമ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോകും. പക്ഷെ വസുദേവർ കൊണ്ടുവരുമ്പോൾ ഇവിടെ 2 കുഞ്ഞ് കിടക്കുന്നു. അയ്യോ, വിഷ്ണു പറഞ്ഞത് ഒരു കുഞ്ഞാണെന്ന്. ഈ 2 പേരോട് എന്ത് ചെയ്യട്ടേന്ന് പറഞ്ഞാൽ മനസ്സിൽ തന്നെ തോന്നും ഇതിന് അടുത്ത് കിടത്താൻ. കൊണ്ടുവന്ന കൃഷ്ണനെ ദേവകി കൃഷ്ണനെ കൊണ്ട് അടുത്ത് കിടന്ന് 2 കൂടെ ചേർന്ന് ഒന്നാകും. എങ്ങനെയാണോ മുരുകൻ 6 പേരും കൂടെ ചേർന്ന് ഒന്നായത്, അതുപോലെ ഇവിടെ 2 പേരും കൂടെ ചേർന്ന് ഒന്നാകും. അത് കഴിഞ്ഞ് ആ വിഷ്ണുമായി എടുത്തോട് തിരിച്ചു വരും. പക്ഷേ ഇത് കാണുന്നത് 2 പേരേ ഉള്ളൂ. ഒന്ന് വസുദേവനും ഒന്ന് അവിടെ തന്നെ തൊട്ടിലിൽ കടന്നിരുന്ന വിഷ്ണുമായ ബാധിക്കാത്ത ബലരാമനും. ബലരാമൻ ഈ രഹസ്യം അറിയാം, വസുദേവനും ഈ രഹസ്യം അറിയാം. അങ്ങനെ യശോദാകൃഷ്ണന് അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് യശോദാകൃഷ്ണന് പ്രേമവും ഉപദേശവും സ്നേഹവും മാത്രമേ ഉള്ളൂ. ബാലലീലകളേ ഉള്ളൂ. അതൊക്കെ യശോദാകൃഷ്ണനാണ്, ഗോലോകകൃഷ്ണനാണ്. 2 ഭാവമായി. അത് അതേസമയം വിഷ്ണുവിൻ്റെ കൃഷ്ണനാണ് ഈ മോഷം കൊടുക്കുന്നതും സംഹാരവും ഒക്കെ. അപ്പോഴും പറയും കൃഷ്ണന് 4 കൈ വേണം. വിഷ്ണുവിൻ്റെ അംശങ്ങളൊക്കെ വരും, ശാഖകളൊക്കെ വരും, ശംഖ് ചക്ര ഇതൊക്കെ വരുമ്പോഴാണ് മോഷം വരുന്നത്. ആ കൃഷ്ണൻ മോഷം കൊടുക്കണം, വിഷ്ണുവിൻ്റെ ഭാവമാണ്. അതേസമയം ഗോലോകകൃഷ്ണന് 2 കൈയേ ഉള്ളൂ. അപ്പോൾ 2 കൈയുള്ള കൃഷ്ണൻ എത്രയും ഗോലോകകൃഷ്ണൻ. അതാണ് വൃന്ദാവന ലീലയിൽ മുഴുവൻ 2 കൈയാണ്, രാസലീലയിലെ 2 കൈയാണ്.
എവിടെ ഗീത ഉപദേശിച്ച് 2 കൈയാ, എന്നിട്ടാണ് പറഞ്ഞത് നിനക്ക് കാണണമെങ്കിൽ കണ്ടോ എന്ന് പറഞ്ഞാൽ വിശ്വരൂപം കാണിക്കണം, അപ്പുറം വിഷ്ണു ഭാവം വരും. അപ്പോൾ ഒരു കൃഷ്ണനിൽ തന്നെ 2 ഭാവമുണ്ട്. അങ്ങനെ യശോദാകൃഷ്ണൻ, ഗോലോകകൃഷ്ണൻ, പിന്നെ രാധാകൃഷ്ണൻ, അതാണ് കൃഷ്ണഭാവത്തിൽ. ഏതൊക്കെയാണ്? ദേവകി കൃഷ്ണൻ, യശോദാകൃഷ്ണൻ, ഗോലോകകൃഷ്ണൻ, രാധാകൃഷ്ണൻ. പിന്നെയുള്ളത് കൃഷ്ണ ഭഗവാൻ തന്നെ. കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും മൂല കാരണം. അനുഗ്രഹം അവതീർണായ അനുഗ്രഹലോകന അവതീർണായ വിഷ്ണവേ ക്ലേശാപക കൃഷ്ണായ പാർത്ഥസാരഥയ നമ. പിന്നെ ഗുരുരൂപത്തിലാണ് കൃഷ്ണൻ. പാർത്ഥസാരഥി എന്ന് പറയുന്നത് ഗുരുവാണ്. അപ്പോൾ ആ ഗുരുരൂപത്തിലും കൃഷ്ണൻ. ഇങ്ങനെ ഈ 4 ഭാവങ്ങളും ഈ മന്ത്രം പറയുമ്പോൾ 4 ഭാവത്തിന്റെ അനുഗ്രഹം. 4 ഭാവങ്ങളൊന്ന് പറയൂ. യശോദാകൃഷ്ണൻ, ദേവകി കൃഷ്ണൻ, രാധാകൃഷ്ണൻ, ഗുരുരൂപത്തിൽ നമ്മൾ ഗീതാചാര്യൻ, വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകി പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. കറക്റ്റ്. അപ്പോൾ ആ ജഗദ്ഗുരുവായിട്ടിരിക്കുന്ന ആ ഭഗവാൻ എന്ന് വെച്ചാൽ ഈ മന്ത്രത്തിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിട്ടുന്നു എന്നർത്ഥം. ഈ ഇതൊക്കെ പിന്നെ ഹരേ എന്നുള്ള പദം കൂടെയാണ്. ഹരേ എന്ന് പറഞ്ഞാൽ ഹരിയ, അത് വിഷ്ണുവിൻ്റെ 8 ഭാവങ്ങളാണ്. അതിൽ വിഷ്ണുവിൻ്റെ ഒരു ഭാവം എന്ന് പറയുന്നതാണ് ഇവിടെ കാണുന്നത്. വിഷ്ണു തന്നെയാണ് നാരദനായിട്ട് വരുന്നത്. അപ്പോൾ നാരദ രൂപവും വിഷ്ണുവിൻ്റെ അംശമാണ്. അപ്പോൾ ഇത് തമ്പുരും വെച്ച് ജപിക്കുന്ന ആളിനെ നാരദ ഭാവത്തിലാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. അതും വിഷ്ണുവിൻ്റെ രൂപമാണ്. നാരദന് വിഷ്ണുവിൻ്റെ രൂപം കൊടുക്കുമൊരിക്കുക. പിന്നെ ആഞ്ജനേയ ഭാവം അതിൽ പറയും. കാരണം നാരദൻ ഇതുവരെ വിഷ്ണു രൂപം ചോദിക്കുമ്പോൾ കുരങ്ങിൻ്റെ രൂപം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് നാരദ ചരിത്രത്തിൽ പറയും. അപ്പം ആഞ്ജനേയ അങ്ങനെ ഹരി എന്ന് പറയുമ്പോൾ 8 ഭാവങ്ങൾ ഇതിലുണ്ട്. ഹരി എന്ന് പറഞ്ഞാൽ ഒന്നാ, പക്ഷേ 8 ഭാവ രൂപം ഇതിൽ പ്രകടമാണ്. ഹരേ ഹരേ എന്ന് 8 തവണ വരുന്നത് അതാണ്. ഹരി എന്ന് വെച്ചാൽ വിഷ്ണുവാണ്. വിഷ്ണുവിനെ സംബോധന ചെയ്യുന്ന സംസ്കൃത ഭാവമാണ് ഹരേ എന്നുള്ളത്. അപ്പോൾ ഹരേ എന്ന് പറഞ്ഞാൽ ഹരിയെ വിളിക്കുന്നതാണ്. ഹരേ എന്നുള്ളത് ഹരിയെ വിഷ്ണുവിനെ വിളിക്കുന്നതാണ്. അങ്ങനെ 8 ഭാവം ഇതിലുണ്ട്. വിഷ്ണു തന്നെയാണ്, പക്ഷേ വിഷ്ണുവിൻ്റെ 8 ഭാവങ്ങൾ ഇതിൽ ഉണ്ട്. ചില മെഡിസിനിലെ ഈ വിറ്റാമിൻ ബി കഴിക്കാനുള്ള വിറ്റാമിൻ B4 കോംപ്ലക്സ് ഉണ്ട്. അത് കഴിക്കുമ്പോൾ ബാക്കി വിറ്റാമിൻസ് കൂടെ അതിൽ വരും എന്ന് പറയുമ്പോൾ ഇതിൽ ഹരി എന്ന് പറയുമ്പോൾ 8 ഹരികൾ. ഇതൊക്കെ 8 ഭാവങ്ങൾ പറയാം. 8 ഭാവങ്ങളുണ്ട്. അതിൽ നാരദഭാവവും ആഞ്ജനേയ ഭാവമുണ്ട്. പിന്നെ വിഷ്ണു അതിലൊന്ന് വേറൊന്ന് നരഹരി, നരസിംഹത്തിൻ്റെ രൂപവും ഹരിയുടെ കൂടെ വരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഇതിൽ പങ്കാളിയാകണം. ലോക സമാധാനത്തിന് വേണ്ടി കലിയുക ധർമ്മമനുസരിച്ച് നമ്മുടെ ധർമ്മമാണ്. കലിയുഗത്തിൽ ജന്മം കിട്ടിയത് നാമം ജപിക്കാനാണ്. ഇതിന് അഭേദാനന്ദ ഗുരുനാഥൻ പറയുന്നത് കലിയുഗമല്ല നാമയുഗമെന്നാണ്. നാമം ജപിച്ചാലേ യജ്ഞാന ജപയജ്ഞോസ്മി. അതുകൊണ്ട് ആ കലിയുഗ കേവല നാമാധാരം. കലിയുഗം നിൽക്കുന്നത് നാമത്തിലാണ്. അതുകൊണ്ട് ഈ നാമത്തിലേക്ക് ഇത് നാമഗംഗയാണ്. ഈ ഗംഗയിലേക്ക് ഗംഗാ സ്നാനത്തിന് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. സന്തോഷം. നമുക്ക് ഇത്രയും വിലയേറിയ അറിവുകൾ പങ്കുവച്ചതിന് എല്ലാവരുടെയും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.